തൃശ്ശിലേരി മുത്തുമാരി പ്രദേശത്ത് ദിവസങ്ങളായി ഭീതി പരത്തുന്ന കാട്ടാനകളെ കാടുകയറ്റാനാണ് കുങ്കികളെത്തിയത്. മുത്തങ്ങ ആനപ്പന്തിയിലെ ഉണ്ണികൃഷ്ണനും ഭരതുമാണ് ദൗത്യത്തിലുള്ളത്. വരും ദിവസങ്ങളിൽ ഇവരെ ഉപയോഗിച്ച് ശല്യക്കാരായ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്താനാണ് ശ്രമം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കാട്ടാന തകർത്തിരുന്നു. പലരും തലനാരിഴയ്ക്കാണ് ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ ആന ഞാൻ കണ്ടില്ല, ആന എന്നെ കണ്ടു. ആന കരയുന്ന ഒച്ച കേട്ടുകൊണ്ട് ഞാൻ ഓടി കഴിച്ചിലായത്. എൻ്റെ പുറകെ ആന വന്നു. ഒരു 100 പോയിന്റിലാണ് ഞാൻ കഴിച്ചിലായത്. ഓടി വെക്കാതെ ആന റിട്ടേൺ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അത് കഴിയുമ്പോൾ നമ്മുടെ പറമ്പിലൂടെ കയറി ഇങ്ങനെ വസ്തുവിടെ പോയി. മോന് പത്രം ഇടാൻ വേണ്ടിയിട്ട് എന്നും രാവിലെ ഈ മുത്തുമാരി പ്രദേശത്തേക്ക് വരുന്നതാണ്. ആനയുടെ മുമ്പിൽ അകപ്പെടുകയും അവൻ്റെ മുമ്പിലേക്ക് ചീറിപ്പാഞ്ഞ് വരികയും ചെയ്തു. അന്നേരം അവന് തലനാരിഴയ്ക്കാണ് അവനും ജോബിഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയും കൂടെ രക്ഷപ്പെട്ടത്. 3 പ്രാവശ്യം ആന വീടിൻ്റെ മുറ്റത്ത് വന്നു. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്ലാവേന്ന് ചക്കയും പറിച്ചിട്ട് ഇതിങ്ങനെ തന്നെ നിൽക്കുക. മോൻ കണ്ടില്ല. പെട്ടെന്ന് ആനയുടെ മുമ്പിലേക്ക് ഇന്ന് ആടി ആന അവിടെ നിന്ന് ഓടിച്ചു. വ്യാപകമായ കൃഷിനാശവും കാട്ടാനകൾ ഉണ്ടാക്കി. വാഴ, കാപ്പി ഇതെല്ലാം പറിച്ച് കളഞ്ഞ് ഇഞ്ചിയെല്ലാം ചവിട്ടി കളഞ്ഞേച്ചാണ് പോയത്. അതുകൊണ്ട് പേടിച്ചിട്ട് കിടക്കാൻ പറ്റും. പൊടി നശിപ്പിച്ച് കാപ്പി തെങ്ങ് കളഞ്ഞിട്ടുണ്ട്. പ്രദേശത്തെ കച്ചവടക്കാരും ഭീതിയിലാണ്. കടയിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഈ ആനശല്യം കൂടുതലായതിനു ശേഷം ഞാൻ സാധാരണ വാഴക്കൊല എടുത്തു വെക്കുന്നതാണ്, പഴങ്ങളൊക്കെ വെക്കുന്നതാണ്. അതൊന്നും എടുത്തു വെക്കാണ്ടായി. ഇപ്പോൾ കുറേ ആയിട്ട് പഴക്കച്ചവടം ഇല്ല, പഴം കൊണ്ടുവരവില്ല. ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതും വാഹനങ്ങൾ തകർത്തതും കൂട്ടത്തിൽ ഒരാനയാണെന്ന് നാട്ടുകാർ പറയുന്നു. 2 ആനയാണ് ഇതിൻ്റെ കൂടെയുള്ളത്. ഈ ഒരെണ്ണമാണ് ഈ മനുഷ്യനെ ഓടിക്കലും ഈ ചിഗറിലും ഉള്ളത്. ഇത് നമ്മൾ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാലും ഇത് ചീറിയിട്ട് നമ്മളെ 2-3 ചുവട് ഓടിക്കും. ഇതാണ് സ്ഥിതി കാണും. എന്തായാലും കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള ഓപ്പറേഷൻ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും വനപാലകരും. മാതൃഭൂമി ന്യൂസ്, വയനാട്.